യെസ്, അക്ഷയ് തുടരുന്നുണ്ട്. അക്ഷയ്, നമ്മളിപ്പോൾ കണ്ടത് എനിക്ക് തോന്നുന്നത് അത് ബുർജ് ഖലീഫയിലെ ലേസർ ഷോ തന്നെയാണ്. അതൊരു പ്രധാന ഹൈലൈറ്റ് ഇനമാണല്ലേ അവിടെ? ഉറപ്പായിട്ടും. കാരണം ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ദുബൈയിലേക്ക് എത്തുന്നത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിൻ്റെ നഗരത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ദുബൈയുടെ ലാൻഡ്മാർക്ക് തന്നെയാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയിൽ എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കാറ്. ഇത്തവണ മനോഹരമായ ലേസർ ഷോയും അതുപോലെ തന്നെ വെടിക്കെട്ടുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ദുബായ് ഫൗണ്ടനിൽ തീ കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങളും അതുപോലെ തന്നെ നിരവധി ഷോകളും അങ്ങനെ നിരവധി പരിപാടികളാണ് ദുബായ് ബുർജ് ഖലീഫയിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് ദുബായ് ഫ്രെയിമുണ്ട്. ദുബായ് ഫ്രെയിമിൽ ഇത്തവണ ആദ്യമായി വെടിക്കെട്ടും അതുപോലെ തന്നെ ഡ്രോൺ ഷോയും നടക്കുന്നുണ്ട്. അങ്ങനെ ദുബൈയിൽ തന്നെ ഏതാണ്ട് 40 കേന്ദ്രങ്ങളിലായി 48 വെടിക്കെട്ടുകളാണ് ദുബൈ എമിറേറ്റിൽ മാത്രം, ദുബൈ എന്നൊരു നഗരത്തിൽ മാത്രം നടക്കുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ടാണ് പുതുവത്സരത്തെ ദുബൈയും അതുപോലെ തന്നെ UAE വരവേൽക്കുന്നത്. ദിവ്യ, യെസ്, എന്തായാലും 2026 പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. UAEയിലും ഖത്തറിലും മറ്റിടങ്ങളിലേക്കുമൊക്കെ 2026 കടന്നു വരാൻ ഇനി ഒരല്പസമയം കൂടി